നമസ്കാരം. 6ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രോബോയ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ എടുത്തു. അതിൻ്റെ സൈഡിലത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നു. ഇനി ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ, 3-4 ആക്ടിവിറ്റി, വളരെ ചെറുത്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നോക്കാം. നമുക്ക് ലെറ്റ് us develop a story map about ഷിബി at school. ഷിബി സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു സ്റ്റോറി മാപ്പ് നമുക്കൊന്ന് തയ്യാറാക്കണം. എങ്ങനെയാണെന്താ ഇവിടെ തന്നിട്ടുണ്ട്. കേട്ടങ്ങ് പേടിക്കേണ്ട, എന്തൊക്കെ എഴുതണ്ടേന്നൂടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് വേ ടു ഫൈൻഡ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ സ്റ്റോറി, ലൈക്ക് വെയർ ഇറ്റ് ഹാപ്പൻസ്, ഹൂ ആർ ഇൻ ഇറ്റ് ആൻഡ് വാട്ട് ഈവൻസ് ടേക്ക് പ്ലേസ്. എളുപ്പമായില്ലേ? എന്താ സ്റ്റോറി മാപ്പ് ഒന്നുകൂടെ പറഞ്ഞേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നടക്കുന്നു, വെയർ ഇറ്റ് ഹാപ്പൻസ്, ഹൂ ആർ ഇൻ ഇറ്റ്, അതിൽ ആരൊക്കെ ഉണ്ട്, ആൻഡ് വാട്ട് ഈവൻസ് ടേക്ക് പ്ലേസ്, എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്തെടുത്ത് എഴുതുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്, എവിടെ വെച്ച് നടക്കുന്നു, ആരൊക്കെയുണ്ട്, എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു. ഇത്രയുമാണ് നമുക്ക് എന്തിൽ എഴുതാനുള്ളത്, സ്റ്റോറി മാപ്പിൽ എഴുതാനുള്ളത്. നോക്ക്, ആദ്യമേ ടൈറ്റിൽ എന്താണ്, ഹെഡിങ് എന്താ, എൻ്റെ പേര്, കഥ എന്താ, എൻ്റെ പേര് ക്രോബോയ്. ഓതർ ആരാണ് എഴുതിയത്, ടാരോ യാഷിമ. സെറ്റിംഗ് എവിടെയാണ് അത് നടക്കുന്നത്, കഥ നടക്കുന്നത്, വില്ലേജിലെ ഒരു സ്കൂളിൽ. ഇനി ആരൊക്കെ ഉണ്ട്, ക്യാരക്ടേഴ്സ്, നമുക്കറിയാവുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ഷിബി ഉണ്ട്, പിന്നെ ഇസബ് ഉണ്ട്, പിന്നെ സ്റ്റുഡൻസും ടീച്ചേഴ്സും കാണും, സ്കൂളല്ലേ. ഇനി ബിഗിനിങ്, എങ്ങനെയാണ് കഥ തുടങ്ങിയത്, ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഇവിടെ തന്നിട്ടുണ്ട്. On the first day of school, Shibi hides because he feels different and alone. സ്കൂളിലെ ആദ്യത്തെ ദിവസം ഷിബി ഇങ്ങനെ തന്നെ ഒളിച്ചൊക്കെ ഇരിക്കുന്നത്, എന്താ മറ്റുള്ളവരെ പോലെയല്ല താനെന്നുള്ളതുകൊണ്ട് ഷിബി ഇങ്ങനെ എപ്പോഴും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കും, അല്ലെങ്കിൽ ഒളിച്ചെവിടെയെങ്കിലുമൊക്കെ ഇരിക്കും. ഹീ സ്മോൾ ആൻഡ് ക്വയറ്റ്, വളരെ ചെറുതാണ്, വളരെ ശാന്തനാണ്, ക്വയറ്റ് ശാന്തനാണ്. ആൻഡ് അതർ കിഡ്സ് കോൾ ഹിം ഷിബി ആൻഡ് ലീവ് ഹിം ഔട്ട്. ഷിബി എന്ന് വിളിച്ച് അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവന് വലിയ ഫ്രണ്ട്സ് ഉണ്ടോ അവിടെ. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴാണ് നോക്കുന്നത്, മിഡിൽ, നടുക്ക് ഭാഗം, അവിടെ എന്താ നോക്കുന്നത്, ഇസബ്. എന്തായിരുന്നു സംഭവിച്ചത്, ആദ്യമേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നടുക്കായപ്പോഴേക്കും ആര് വരുന്നു, ഒരു ടീച്ചർ വന്ന് ഷിബിയെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു അല്ലേ. ഇസബ്, a new teacher in ഷിബി സ്കൂൾ, try to encourage ഷിബിയെ എൻകറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. He also tried to change other students' attitude towards ഷിബി അല്ലേ. He supports him and he tried to change other students' attitude towards ഷിബി. ഷിബിയോടുള്ള മറ്റ് സ്റ്റുഡൻസിൻ്റെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു മനോഭാവം, ഒരു രീതി, അതൊക്കെ മാറ്റാനും ആര് ശ്രമിക്കുന്നുണ്ട്, ഇസബ് എന്ന് പറഞ്ഞ അധ്യാപകൻ ശ്രമിക്കുന്നു. എൻഡിങ്, കഥ എങ്ങനെ നിർത്തണം, ഷിബീസ് ഹൈഡിങ് നേച്ചർ ചേഞ്ച്ഡ്. ഷിബി ഒളിച്ചിരിക്കുന്ന പരിപാടിയൊക്കെ അങ്ങ് നിർത്തി. ഹി പെർഫോംഡ് ഇൻ ദ ടാലൻറ്റ് ഷോ ഇൻ ഹിസ് സ്കൂൾ. അവൻ്റെ സ്കൂളിലെ ടാലൻറ്റ് ഷോയിൽ അവൻ പെർഫോം ചെയ്യുന്നു. ഹി പെർഫോംഡ് വെൽ, അവൻ നന്നായി പെർഫോം ചെയ്തു. എവ്രിബഡി അപ്രീഷിയേറ്റഡ് ഹിം ആൻഡ് ദേ അണ്ടർസ്റ്റുഡ് ദെയർ മിസ്റ്റേക്സ്. എല്ലാവരും അവനെ അപ്രീഷിയേറ്റും ചെയ്യുന്നു, അവരുടെ മിസ്റ്റേക്സ്. എന്താണ്, ഷിബിയെ ഇങ്ങനെ കുറ്റം പറഞ്ഞതൊന്നും ശരിയായില്ല, മോശമായി പോയി, ഇതൊക്കെ ഞങ്ങളുടെ തെറ്റാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നു. അത്രേ ഉള്ളൂ. ഇനി വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ us about treating others who are different from us? ഒന്നും കൂടെ, വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ us, എന്താണ് ആ സ്റ്റോറി, എന്താണ് നമ്മളോട് പറയുന്നത്, അബൌട്ട് ട്രീറ്റിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെ വേണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നു. അതേഴ്സ് ഹു ആർ ഡിഫറെൻറ്റ് ഫ്രം us, നമ്മളെക്കാട്ടിയും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതെങ്ങനെ വേണം എന്നാണ് നമ്മുടെ കഥയിൽ പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ തള്ളിക്കളയണം, അവരെ മൈൻഡ് ചെയ്യേണ്ടെന്നാണോ, അവരെ നമ്മുടെ കൂടെ നിർത്തണം അല്ലേ. There is no need to value one person by his appearance. ഒരാളെ അയാളുടെ അപ്പിയറൻസ്, അയാളെ കാണാൻ എങ്ങനെയാണ് എന്നുള്ളത് വെച്ച് നമ്മളെ വാല്യൂ ചെയ്യരുത്. എവറി പേഴ്സൺ ഈസ് ഡിഫറെൻറ്റ്, ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അയാളുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കൂ. ട്രൈ ടു ബി ഫ്രണ്ട്ലി വിത്ത് ഹിം, അവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടിരിക്കൂ. സപ്പോർട്ട് ഹിം ഇൻ ഹിസ് യുണീക്ക് ടാലൻസ്. അയാളുടെ യുണീക്കായിട്ടുള്ള അയാൾക്ക് മാത്രം, ഓരോരുത്തർക്കും ഓരോ കഴിവുകളല്ലേ, ആ ടാലൻസിലെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് 2 എഴുതാനുണ്ട്, അത്രയേ ഉള്ളൂ നിങ്ങൾക്ക്.
Here is a thank you note prepared by Shibi for his teacher Mr. Izab. മിസ്റ്റർ ഇസബിന് ഷിബി തന്നിരിക്കുന്ന ഒരു താങ്ക് യു നോട്ടാണ്. അത് എങ്ങനെയാണെന്ന് നോക്കും മക്കളെ, എങ്ങനെയാണെന്ന് നോക്കും മനസ്സിലാവും. ഇപ്പം ഇസബ് എന്ന് പറയുന്ന ആൾ ഷിബിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തില്ലേ, അപ്പോൾ ഷിബിക്ക് അദ്ദേഹത്തോട് നന്ദിയില്ലേ. അപ്പം നന്ദി പറയാൻ വേണ്ടി ഷിബി ഇങ്ങനെ നോക്കൂ, കളർഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നുണ്ടോ. താങ്ക് യു ഡിയർ ടീച്ചർ, thank you for being a wonderful teacher to me. You helped me when I was scared and lonely. I'm so thankful for your kindness and support. എന്താ അർത്ഥം? താങ്ക് യു ഫോർ ബീയിങ് എ വണ്ടർഫുൾ ടീച്ചർ ടു മീ. എനിക്കൊരു മനോഹരമായ വണ്ടർഫുൾ ആയിട്ടുള്ള ടീച്ചറായിട്ട് നിങ്ങൾ നിന്നതിന് താങ്ക് യു. യു ഹെൽപ്ഡ് മീ വെൻ ഐ വാസ് സ്കെയർഡ് ആൻഡ് ലോൺലി. ഞാൻ പേടിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കിരുന്നപ്പോഴൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു താങ്കൾ. ഐ എം സോ താങ്ക്ഫുൾ യു ഫോർ യുവർ കൈൻഡ്നെസ് ആൻഡ് സപ്പോർട്ട്. താങ്കളുടെ ദയയും സപ്പോർട്ടും അതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു. ലവ്, ഷിബി. റൈറ്റ് എ താങ്ക് യു നോട്ട് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ഹെൽപ്പിംഗ് യു വിത്ത് യുവർ ഇംഗ്ലീഷ് ലെസൺസ്. ഇംഗ്ലീഷ് ലെസൺസ് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു ഫ്രണ്ടിന് നന്ദി പറയുകയാണ് നിങ്ങൾ. എങ്ങനെയാണ് നമുക്ക് നന്ദി പറയുക? എങ്ങനെയാണ്? ഡിയർ ഫ്രണ്ട്. പേരെന്താണ്? ഇപ്പോൾ ഞാൻ ഒരു പേരിട്ടു, ആരുഷ്. ഡിയർ ആരുഷ്, താങ്ക് യു ഫോർ ബീയിങ് എ വണ്ടർഫുൾ ഫ്രണ്ട് ടു മീ. നേരത്തെ തന്നിരിക്കുന്ന ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ നമ്മൾ അങ്ങ് എഴുതി. യു ഹെൽപ്ഡ് മീ ഇൻ ഓൾ മൈ പ്രോബ്ലംസ്. എൻ്റെ എല്ലാ പ്രോബ്ലംസിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നീ ഉണ്ടായിരുന്നു. യു ഹെൽപ്ഡ് മീ ടു റൈറ്റ് ഓൾ മൈ ഇംഗ്ലീഷ് ലെസൺസ്. എൻ്റെ ഇംഗ്ലീഷ് ലെസൺസ് എല്ലാം എഴുതാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്തു. വിത്ത് യുവർ ഹെൽപ്പ് ഐ കംപ്ലീറ്റഡ് മൈ ലെസൺസ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഓൾ ദി ലെസൺസ്. എന്താണ്? നിൻ്റെ ഹെൽപ്പ് കൊണ്ട് ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ ലെസൺസ് ഒക്കെ നന്നായിട്ട് ഞാൻ പഠിച്ചു. യു സപ്പോർട്ടഡ് മീ വെൻ ഐ വാസ് സ്കെയർഡ് ആൻഡ് ലോൺലി. അതും മറ്റേതിൽ നിന്നെടുത്ത് എഴുതിയതാണ്. ഞാൻ സ്കെയർഡും ലോൺലിയുമായിട്ടിരുന്നപ്പോഴൊക്കെ നീ എന്നെ സപ്പോർട്ട് ചെയ്തു. ഐ എം സോ താങ്ക്ഫുൾ ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. നിന്റെ ലവിനും സപ്പോർട്ടിനും ഒക്കെ ഞാൻ നിന്നോട് നന്ദി പറയുന്നു. വിത്ത് ലവ് രമേഷ് എന്ന് പറഞ്ഞ് നിർത്തി. ഇനി റൈറ്റ് എ താങ്ക് യു നോട്ട് ടു യുവർ ട്രെയിനർ ഓർ കോച്ച് ഹു ഹെൽപ്ഡ് യു ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആർട്സ് ഫെസ്റ്റിവൽ ഓർ സ്പോർട്സ് ഇവൻറ്റ്. ഇനി ആർട്സ് ഫെസ്റ്റിവലിനും അല്ലെങ്കിൽ സ്പോർട്സ് ഇവൻറ്റ് ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾ പെർഫോം ചെയ്യാൻ, നിങ്ങളുടെ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ പാട്ടും ഡാൻസും അതുപോലെ സ്പോർട്സ്, ഓട്ടം ചാട്ടം തുടങ്ങിയ പരിപാടികളൊക്കെ ഇല്ലേ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങളെ കട്ടയ്ക്ക് സപ്പോർട്ട് നിന്ന് നിങ്ങളെ മത്സരിപ്പിച്ച ഒരാൾ ഉണ്ടാവുമല്ലോ, അധ്യാപകൻ അല്ലെങ്കിൽ ഒരു കോച്ച് ഉണ്ടാവുമല്ലോ, അവർക്ക് നന്ദി പറയുക. ഡിയർ നെയിം എന്താണെന്ന് വെച്ചാൽ എഴുതുക. താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ടു ടേക്ക് പാർട്ട് ഇൻ ദി ആർട്സ് ഫെസ്റ്റിവൽ. ആർട്സ് ഫെസ്റ്റിവലിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട് ഉള്ള എല്ലാ ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ തന്നതിന് നന്ദി. യുവർ വേർഡ്സ് എൻകറേജ്ഡ് മീ ടു പെർഫോം വെൽ. നിങ്ങളുടെ വേർഡ്സാണ് എന്നെ എൻകറേജ് ചെയ്തത് പെർഫോം ചെയ്യാനായിട്ട് നന്നായിട്ട്. ഐ അണ്ടർസ്റ്റുഡ് മൈ മിസ്റ്റേക്സ് ആൻഡ് ലേൺ വെൽ ബിക്കോസ് ഓഫ് യു. എനിക്ക് എൻ്റെ മിസ്റ്റേക്സ് മനസ്സിലായി, അതുപോലെ താങ്കളെ കാരണമാണ് ഞാൻ നന്നായിട്ട് പഠിച്ചത്. ഐ വിൽ ഓൾവേസ് താങ്ക്ഫുൾ ടു യു. ഞാൻ എന്നും നിങ്ങളോട് നന്ദിയുള്ള ആളായിരിക്കും. താങ്ക് യു സോ മച്ച്, യോഴ്സ് ലവിങ്ലി നെയിം. നന്ദി പറയുന്നു, യോഴ്സ് ലവിങ്ലി എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മക്കളെ ഇതുകൂടെ ആയപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്ററാണ്, ഒട്ടും വൈകാതെ ചാപ്റ്റർ ഇടുന്നതായിരിക്കും. അപ്പോൾ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ, അതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.